ഈ 18 ശാപങ്ങൾ എന്താണെന്ന് പറയാമോ? ശാപം ഞാൻ പറയാം. ക്രമത്തിന് ഓർമ്മയിൽ ഉണ്ടാവില്ല എങ്കിലും ഞാൻ പറയാം. ഉവ്വ, ഉവ്വ. നള കുബേര ശാപം എന്ന് പറഞ്ഞിട്ട് ഒരു ശാപമുണ്ട്. ആ, ഒരിക്കല് ഈ രാവണൻ നള കുബേരന്റെ ആ, പ്രതിസുത വധുവായിട്ടുള്ള രംഭയെ അവളുടെ യാത്രാമധ്യത്തിൽ വെച്ച് അളകയ്ക്ക് അടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട്, അളക എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതിന് സമീപത്ത് വെച്ചിട്ട് അപമാനിക്കുകയുണ്ടായി. അതായത് ആ, രംഭയെ രാവണൻ അപമാനിച്ചു. ആ. അത് ഈ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അങ്ങേക്ക് മനസ്സിലായല്ലോ. ജ്ഞാനേന്ദ്രിയത്തിന്റെ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടല്ലേ? അതെ. അപ്പോ നളകുബേരന്റെ ശാപമാണ് ഒന്നാമത്തത്. ഉവ്വ. അത് 10 തലയും പൊട്ടിപ്പോട്ടെ എന്ന് തന്നെയാണ് ആ ശാപം എന്ന് കൂടി വിചാരിച്ചു കേട്ടോ. അത് ശരി. ഈ വിഷയത്തിലുണ്ടായ ഒരു ശാപമാണത്. ഉവ്വ. അത് ഈ 10 തലയും 10 ദശേന്ദ്രിയങ്ങളെയും ഒരേപോലെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥയുള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അതെ. അതായത് രംഭ എന്ന് പറയുന്ന ആ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയതിന്റെ പേരിലുണ്ടായത് എന്ന്. ആ, അപ്പൊ രണ്ടാമത്തെ ശാപം ആ, വേദവതീ ശാപം. രണ്ടാമത്തെ ശാപത്തിന്റെ പേരാണ് വേദവതീ ശാപം. വേദവതീ ശാപം. അതെ. കുശധ്വജൻ എന്ന് പറയുന്ന ഒരു മുനിയുടെ ഏകപുത്രി ആ, വേദവതി. ആ, ആ പെൺകുട്ടി ശ്രീ മാധവനെ തന്നെ ഭർത്താവായി ലഭിക്കുവാനായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കെ രാവണൻ അവളെ ബലാത്സംഗം ചെയ്തു, എന്നുവെച്ചാൽ റേപ്പ് ചെയ്തു. ഉവ്വ. ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ റേപ്പ് ചെയ്തു. റേപ്പ് ചെയ്തു. അതാണ് വേദവതി ശാപം. ഇതാണ് ആ. അദ്ദേഹം സമ്പാദിച്ച രണ്ടാമത്തെ ശാപം. അതും ഈ ജ്ഞാനേന്ദ്രിയത്തിന് മറ്റേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തതുണ്ടായതല്ലേ? അതെ. 10 തലയുള്ള മറ്റേന്ദ്രിയങ്ങളെ ഒരേപോലെ ആസ്വദിക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ടും ഒരേപോലെ ആയതുകൊണ്ടും ഉണ്ടായതാണല്ലോ. ആ. മൂന്നാമത്തത് ദ്വൈപായന ശാപാണ്. ആ, ദ്വൈപായനന്റെ സഹോദരിയെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചുണ്ടുൾപ്പെടെയുള്ള എല്ലാ അവയവങ്ങളും ക്രൂരമായി മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ദ്വൈപായനൻ ശപിച്ചതാണ് അത്. ആ. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇപ്പോ അത് സംഭവിച്ചുകൊണ്ടിരിക്കാനുള്ള പല സ്ഥലങ്ങളിലും. അതെ. ഇനി നാലാമത്തെ ശാപം അത്രി ശാപമാണ്. അത്രി എന്ന് പറഞ്ഞാൽ ആ, ഒരു മഹർഷിയാണ്. ആ, മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്നൊക്കെ പറയുന്ന ആ കൂട്ടത്തിൽപ്പെട്ട അത്രിയുടെ പത്നിയെ അദ്ദേഹത്തിന്റെ മുന്നിലിട്ട് മുടി പിടിച്ച് നിലത്തടിച്ച് വലിച്ച് ഇഴച്ച് നഗ്നയാക്കിയതിന്റെ പേരിൽ അത്രി ശപിച്ചതാണ്. ഉവ്വ. ഇതൊക്കെ രാവണ വിശേഷങ്ങളാണ് അല്ലേ? അതെ. അതാണ് നാലാമത്തെ ശാപം. ഇപ്പോ അങ്ങയോട് ഇടയ്ക്കൊന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോ നമ്മുടെ കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളില് രാവണ വിശേഷങ്ങളാണ് പറയുന്നത്. ആ വിശേഷങ്ങളിൽ പെട്ടതാണിത് അല്ലേ? അതെ. ഇത് രാവണനെ കുറിച്ച് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. 10 തല കൊണ്ട് 18 ശാപങ്ങൾ നേടിയ ആളെന്നുള്ള രീതിയിലാണ് രാവണൻ രാക്ഷസ രാജാവാകുന്നത്. 18 ശാപങ്ങൾ കൊണ്ടാണ് രാക്ഷസ പ്രഭുവാകുന്നത്. അതാണ് പഠിക്കേണ്ടത്. അനുഗ്രഹം കൊണ്ടല്ല, 18 അനുഗ്രഹം കൊണ്ട് ദേവ പ്രഭുവാകുള്ളൂ. ഇപ്പോ ലങ്കാധിപതിയായിട്ടുള്ള രാക്ഷസ പ്രഭുവായിട്ടുള്ള രാവണനെ ഇപ്പൊ വളരെ ആദരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഉണ്ട്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. 18 അനുഗ്രഹം മേടിച്ചു ദേവരാജാവായിട്ട് മാറുന്ന രാമനും 18 ശാപം കൊണ്ട് രാക്ഷസ പ്രഭുവായിട്ട് മാറുന്ന രാവണനും തമ്മിലുള്ള ഒരു വ്യത്യാസം. നാലാമത്തെ അത്രി ശാപം ഞാൻ പറഞ്ഞു. ഇനിയാണ് ഋതുവർമ്മ ശാപം, 5ാമത്തെ ശാപം. ഭാരതത്തിന്റെ ജീവിത രീതി അനുസരിച്ചിട്ട് നമ്മളുടെ സന്യാസത്തിന് മുമ്പുള്ള അവസ്ഥയാണ് വാനപ്രസ്ഥം, വനപരിപാലനം. അപ്പൊ ഈ മാരുതവനത്തിൽ വെച്ച് വാനപ്രസ്ഥയായിട്ട് വർത്തിക്കുന്ന ഋതുവർമ്മന്റെ പത്നിയെ മദനമഞ്ജരി എന്നാണ് അവരുടെ പേര്, ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ആര്? നമ്മുടെ ഈ രാവണൻ. അതായത് 10 തലയുള്ള രാവണൻ ഈ വാനപ്രസ്ഥത്തില് ജീവിക്കുന്ന വർത്തിക്കുന്ന ഋതുവർമ്മന്റെ പത്നിയെ മദനമഞ്ജരിയെ, നല്ല രസമുള്ള പേരത്, മദനമഞ്ജരി, അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അപ്പൊ അവിടുന്ന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്, നീ മനുഷ്യനാൽ മരണപ്പെടും എന്നാണ് ആ ശാപം. ഇനി 6ാമത്തെ ശാപം. 10 തല കൊണ്ട് 18 ശാപങ്ങൾ നേടിയതിൽ 6ാമത്തെ ശാപം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണി ജനനി ശാപം എന്ന് പറഞ്ഞിട്ടൊരു ശാപം നേടിയിട്ടുണ്ട്. ജനനി അതായത് അമ്മമാര് ശപിച്ച ശാപം. ബ്രാഹ്മണി ജനനി ശാപം. ബ്രാഹ്മണി ജനനി ശാപം. അതെ. സമുദ്രത്തിൽ കുളിക്കുവാനായിട്ട് എത്തിയ ഏതാനും ബ്രാഹ്മണ യുവതികളെ
അവരുടെ അമ്മമാരുടെ മുന്നിലിട്ട് പിച്ച് ചീന്തിയപ്പോൾ അവരുടെ അമ്മമാര് മുഴുവനും കൂടി ശപിച്ചതാണത്. ആ നിന്റെ കുടുംബത്തിനും ഈ ഗതി തന്നെ ഉണ്ടാകും. ഉവ്വ. അതാണ് ബ്രാഹ്മണി ജനനി ശാപം. ഈ ഇപ്പൊ നമ്മളെല്ലാം ഈ ഇപ്പോഴത്തെ സമൂഹം പുകഴ്ത്തി പറയുന്ന ഈ 10 തലയുടെ പ്രാധാന്യം കൊണ്ട് ഉണ്ടായ ഗുണങ്ങളാണിത് മുഴുവനും, അല്ലേ രാവണന്? അതെ. ഇനി അഗ്നി ശാപം എന്ന് പറഞ്ഞ ശാപം. ഉവ്വ. ഒരിക്കല് അഗ്നിദേവന്റെ മുന്നിൽ ചെന്നിട്ട് അഗ്നിദേവന്റെ പത്നിയായിട്ടുള്ള സ്വാഹാദേവിയെ രാവണൻ മാനഭംഗം ചെയ്തു, റേപ്പ് ചെയ്തു. ആ അവിടെയാണ് അഗ്നിദേവൻ രാവണന്റെ ഭാര്യയെയും രാവണനെയും ശപിക്കുന്നത്. ആ അതാണ് 7ാമത്തെ ശാപം. ഉവ്വ. ഈ ശാപം ഞാൻ ക്രമത്തിലായിരിക്കില്ല കേട്ടോ പറയുന്നത്, ഞാൻ ഓർക്കുന്നതങ്ങ് പറയുന്നതാണ്. കുഴപ്പമില്ല, ക്രമത്തിലല്ലെങ്കിൽ കുഴപ്പമില്ല, വിവരം അറിഞ്ഞാൽ മതിയല്ലോ. ബൃഹസ്പതി മഹർഷിയുടെ ശാപമാണ് ഏറ്റവും രസകരമായിട്ടുള്ള ശാപം. ആ ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ആ മഹർഷി, അദ്ദേഹം രാവണനെ ശപിച്ചിട്ടുണ്ട്. രാവണൻ ദേവലോകത്തെ മുഴുവൻ പരാജയപ്പെടുത്തി ദേവന്മാരെ മുഴുവൻ ബന്ദികളാക്കി തിരിച്ച് പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും പേടിച്ച് ഭയന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ച ഒരു പെൺകുട്ടി ആ ഉവ്വ. ഗീഷ്പതി പുത്രിയായിട്ടുള്ള സുഖലാദേവിയെ ബലമായി കയറി പിടിച്ചപ്പോൾ കിട്ടിയതാണ് ആ ശാപം, ബൃഹസ്പതി ശാപം. ഉവ്വ. ആ ശാപം എന്തായിരുന്നു അറിയോ? കാമബാണത്താൽ മതിക്കുന്ന നീ രാമബാണമേറ്റ് മരിക്കും. അതാണ് ബൃഹസ്പതി കൊടുത്ത പണി. ഓ അത് ശരി. ഉവ്വ. പിന്നെ 9ാമത്തെ ശാപം, അതായത് 10 തല കൊണ്ട് 18 ശാപം മേടിച്ചതിൽ 9ാമത്തത് ബ്രഹ്മദേവന്റെ മാനസപുത്രിയായിട്ടുള്ള ശ്രീമതി പുഞ്ചികാദേവിയെ രാവണൻ അപമാനിച്ചപ്പോൾ സമ്മതമില്ലാതെ ഇവളെ തൊട്ടാൽ തല പൊട്ടിത്തെറിച്ചു പോകും എന്ന് ബ്രഹ്മദേവൻ ശപിക്കുന്നത്. അപ്പൊ ഈ 9 ശാപങ്ങളും അങ്ങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്ത്രീ വിഷയത്തിലാണ്. ജ്ഞാനേന്ദ്രിയത്തിന്റെ പവറില്ലായ്മ കൊണ്ടാണ് ഉണ്ടായത്. അതെ, ഇതാണ് 9 ശാപങ്ങള്. ഉവ്വ. 10ാമത്തെ ശാപം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശാപമാണ്. വൃദ്ധനായിട്ടുള്ള ബ്രാഹ്മണനെ ത്രിപുര സുന്ദരിയുടെ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്ന ബ്രാഹ്മണൻ അല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞ് 7 ദിവസം പിടിച്ച് കാരാഗ്രഹത്തിലിട്ടതിനെ. എന്തിനാ ബ്രാഹ്മണനെ കൊണ്ടുവന്നത്? ത്രിപുര സുന്ദരിയുടെ വിഗ്രഹം ആ അത് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇച്ചിരി വൈകിപ്പോയി, അതിനാണ് ആ വൃദ്ധനായിട്ടുള്ള ആളെ പിടിച്ചിട്ട് കാരാഗ്രഹത്തിൽ അടച്ചത്. ഉവ്വ. ഈ നന്ദികേശന ശാപം എന്നും പറഞ്ഞിട്ടൊരു ശാപമുണ്ട്. കൈലാസപത പർവ്വതത്തിൽ ചെന്നിട്ട് നന്ദികേശനെ അപമാനിച്ചു, അതായത് എല്ലാവരും നന്ദി പറയേണ്ട നന്ദികേശനെ അപമാനിച്ച്, അതായത് വളരെ മോശമായിട്ട് അപമാനിച്ച് രക്ഷയിൽ മുഖ്യ വാക്കുകൾ ഉപയോഗിച്ച് അതിനാണ് ആ ശാപം, നന്ദികേശ്വരന്റെ ശാപം. വസിഷ്ഠമുനിയുടെ ശാപമുണ്ട്. അതും വസിഷ്ഠമുനിയെ ബന്ധനസ്ഥനാക്കിയതിന്റെ പേരിലുള്ള ഒരു ശാപമാണ് അവിടെയും കിടക്കുന്നത്. ഇനി അഷ്ടാവക്ര ശാപം എന്ന് പറഞ്ഞിട്ടൊരു ശാപമുണ്ട്. ചവിട്ടി വീഴ്ത്തി അപമാനിക്കുക ചെയ്തേ അഷ്ടാവക്രൻ. അദ്ദേഹത്തിന് വളവും കൂനൊക്കെ ഉണ്ടായിരുന്നു, അറിയാലോ അത്. അത് 14ാമത്തെ ശാപം എന്ന് പറഞ്ഞാൽ മൗഗല്യ ശാപം എന്ന് പറഞ്ഞിട്ടൊരു ശാപമാണ്. അതൊരു വലിയൊരു മഹർഷിയാണ് അദ്ദേഹം. മൗഗല്യൻ നട്ടല്ലൊടിച്ചു, ആ മുനിയുടെ നട്ടല്ലൊടിച്ചതിനെ ശപിച്ചതാണ്. അതാണ് മൗൽഗല്യ ശാപം. 15ാമത്തെ ശാപത്തിന്റെ പേര് ദത്താത്രേയ ശാപമാണ്. ദത്താത്രേയ ശാപം. ഗുരുവിന് പൂർണ്ണകുംഭം നൽകൂലേ? പൂർണ്ണകുംഭം കൊടുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണകുംഭം നശിപ്പിച്ചതിന് ആണ് ആ ശാപം. ഗുരുവിന്റെ പൂർണ്ണകുംഭത്തെ തട്ടി നശിപ്പിച്ചിട്ട് അവിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ്, ആ ശാപമാണ് അത്. 16ാമത്തത് മാണ്ഡവ്യ ശാപം എന്ന് പറഞ്ഞിട്ടൊരു ശാപമാണ്. മാണ്ഡവ്യ മഹർഷിയെ മർദ്ദിച്ചതിനാണ് ശാപം. നാരദ ശാപം അങ്ങ് എല്ലാവരും കേട്ടിട്ടുണ്ടോ? പ്രണവമന്ത്രത്തിന്റെ അർത്ഥം ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കാഞ്ഞതാണ്. നാരദൻ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ് ആണ്. ഒരു നാരദ മഹർഷിയോട് ചെന്നിട്ട് രാവണൻ പ്രണവമന്ത്രത്തിന്റെ അർത്ഥം ചോദിച്ചു. അത് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അപ്പോഴാണ് അവിടെ പ്രശ്നമാകുന്നത്. അപ്പോഴാണ് നാരദൻ ശപിക്കുന്നത്. അനരണ്യ ശാപം എന്ന് പറയുന്നതാണ് 18ാമത്തെ ശാപം. ഭയം കൊണ്ട് അഭയാർത്ഥിയായിട്ടും മുഷ്ടി കൊണ്ട് നെഞ്ചിടിച്ച് തകർത്ത് കൊന്ന, ഭയം മൂലം അഭയാർത്ഥിയായിട്ട് കേണ് യാചിച്ചിട്ടും മുഷ്ടി കൊണ്ട് നെഞ്ചിടിച്ച് തകർത്ത് കൊന്നു അദ്ദേഹത്തെ. അങ്ങനെ 18 ശാപങ്ങളുടെ ആ സമ്പാദ്യമാണ് 10 തല കൊണ്ട് രാവണൻ നേടിയത്. 10 തലയും സമാനമായി ഉള്ളത് കൊണ്ട് നേടിയത്. അപ്പോ ഈ സീതയെ കൊണ്ടുവന്ന് അശോകവനിയിൽ ഇരുത്തി
ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നവര് അറിയേണ്ടത് ഇത് സ്ഥിരം കലാപരിപാടിയാണ് അദ്ദേഹത്തിന്റെ. ഇത് സ്ഥിരമായിട്ടുള്ള കലാപരിപാടിയാണ്. ഇതിപ്പോ ഈ 18 ശാപങ്ങളുടെ പട്ടികയിലാണ് ഞാൻ പറയുന്നത്. ഇത് കൂടാതെ നിരവധിയായിട്ടുള്ള സ്ത്രീ വിഷയങ്ങൾ രാവണന്റെ ആ ഉണ്ടാകുമല്ലോ. കാരണം രാക്ഷസ കുലപതിക്ക് ജ്ഞാനേന്ദ്രിയം വർക്കല്ലല്ലോ. അല്ല, ജ്ഞാനേന്ദ്രിയം വർക്കാണ്, പക്ഷെ മറ്റിന്ദ്രിയങ്ങൾക്ക് മേലെയല്ല. അതെ, എല്ലാം ഒരുപോലെയല്ലേ? എല്ലാം ഒരുപോലെയാണ്. എല്ലാം ഒരുപോലെ ആകാത്ത അവസ്ഥ എന്താ? രാവണൻ മരിക്കുന്നത് വരെ രാവണൻ ചെയ്തതിന്റെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ശേഷിയില്ല, അല്ലെ? അവിടെ ഈ പറഞ്ഞ 18 ശാപങ്ങളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ സീതയൊന്നും ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ശൂർപ്പണഖ എന്ന് പറയുന്നത് രാവണന്റെ സഹോദരിയാണ്. രാമന്റെ അടുത്തും വന്നിരുന്നു. ഏകപത്നീവ്രത സമ്പ്രദായമാണ് രാമൻ. അതായത് ഏകപത്നീവ്രത സമ്പ്രദായം നടപ്പിലാക്കി ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയ രാജാവായിട്ട് മാറിയ രാമൻ ആ സമയത്തും വനവാസത്തിനും ഏകപത്നീവ്രത സമ്പ്രദായക്കാരനാണ്. അതുപോലെ തന്നെയാണ് സീത പതിവ്രതയാണ്. ഏകപത്നീവ്രത സമ്പ്രദായം പോലെ തന്നെ ഏകപതിവ്രത സമ്പ്രദായവും സീത അനുഷ്ഠിച്ചിരുന്നു, ശ്രീരാമനെ പോലെ തന്നെ. അപ്പൊ സീതയുടെ ദേഹത്ത് രാമനല്ലാതെ ആര് കൈവച്ചാലും സീത പിന്നെ ഉണ്ടാവില്ല. സീതയുടെയും ശ്രീരാമന്റെയും ആ വ്രതമാണ് രാമന്റെ അടുത്ത് നിന്ന് രാമബാണത്തെ പേടിച്ച് സീതയെ പുഷ്പവിമാനത്തിൽ കയറ്റിയിട്ട് ലങ്കയിൽ എത്തിച്ചെങ്കിലും സീതയെ തൊടാൻ പോലും പറ്റാത്തത് ആ പാതിവൃത്യത്തിന്റെ ശക്തി കൊണ്ടാണ്. സീതയെ രാവണൻ തൊട്ടാൽ സീത മരണപ്പെടും എന്ന് ബോധ്യം വന്നപ്പോഴാണ് രാവണൻ ഒന്നും ചെയ്യാൻ പറ്റില്ലാതെ സീതയെയും കൊണ്ട് അവിടെ ഇരിക്കേണ്ട വന്നത്. അപ്പോഴാണ് ശരിക്കും രാവണന് മനസ്സിലായത് അബദ്ധം പറ്റിയല്ലോ. രാമൻ ഏകപത്നീവ്രത സമ്പ്രദായക്കാരനാണ്. അതേ പ്രാധാന്യത്തിൽ, അതിനേക്കാളേറെ പ്രാധാന്യത്തിൽ ഈ ശ്രീരാമനെ ലക്ഷീകരിപ്പിച്ച ആദ്യത്തെ ലക്ഷ്മിയായിട്ടുള്ള സീതാഭിരാമനെ സൃഷ്ടിച്ചിട്ടുള്ള സീത അതിനേക്കാൾ കൂടുതൽ പതിവ്രതയാണ്. അവിടെ രാവണീയ രാക്ഷസീയ എല്ലാ സ്ത്രീകൾക്കും മാതൃകയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ലക്ഷ്മി എന്ന് പറയുന്നത്, ലക്ഷീകരിപ്പിച്ചവൾ എന്ന് പറയുന്നത്. അവിടെ രാക്ഷസീയതയ്ക്ക് പോലും സ്ഥാനമില്ല. ഇല്ല. ഒരു സ്ത്രീയുടെ മുമ്പിൽ ഏറ്റവും വലിയ രാക്ഷസനും കീഴടങ്ങും. ഏറ്റവും വലിയ രാക്ഷസ രാജാവായിട്ടുള്ള രാവണനെ പോലും മുട്ടുകുത്തിച്ചത് അവിടെയാണ്. അതാണ് അവിടെ രാവണനല്ല പ്രാധാന്യം, സീതയ്ക്കാണ്. അവിടെയാണ്, അതായത് രാവണന്റെ ഹീറോയിസം അല്ല അവിടെ. രാവണൻ അവിടെ പരാജയപ്പെടുകയാണ്. പിന്നെ രാവണന്റെ മുമ്പിൽ രാമബാണം ഏൽക്കുക എന്നല്ലാണ്ട് വേറെ രക്ഷയില്ല. രാമൻ എപ്പോ എത്തുന്നു അവിടെ അതുവരെ സീതയുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ.